ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജ്ഞാനം 9:6. മനുഷ്യരുടെ മധ്യേ ഒരുവൻ പരിപൂർണനെങ്കിലും അങ്ങിൽ നിന്നും വരുന്ന ജ്ഞാനമില്ലെങ്കിൽ അവന് ഒന്നുമല്ല. കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം ഞങ്ങളിലേക്ക് നിറയപ്പെടുന്നില്ലെങ്കിൽ ഞങ്ങളെല്ലാം അപൂർണരാണ്. ദൈവഹിതം ഗ്രഹിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും ഞങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എങ്ങനെ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളാകും? കർത്താവേ, അങ്ങയുടെ ഇഷ്ടങ്ങൾ ഞങ്ങൾ തിരിച്ചറിയണമെങ്കിൽ അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങൾ നിറഞ്ഞ് കവിയേണ്ടിയിരിക്കുന്നു. ഈ സമയം ഞങ്ങൾ അങ്ങയുടെ ആത്മാവിനാൽ നിറയുന്ന മക്കളാകട്ടെ. ഞങ്ങളുടെ ഭവനങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ അഭാവം മൂലം എത്രയോ വഴക്കുകളാണ് ഉണ്ടാകുന്നത്. ഭർത്താവ് പറയുന്ന കാര്യങ്ങൾ ഭർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ ഭാര്യയ്ക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. ഭാര്യ പറയുന്ന കാര്യങ്ങൾ ഭർത്താവിനും ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നില്ല. രണ്ടുപേരുടെയും ഉദ്ദേശശുദ്ധികൾ എല്ലാം നല്ലത് മാത്രമാണെങ്കിലും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അത് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൂടിയേ തീരും. വലിയ വഴക്കുകൾ എല്ലാ കുടുംബങ്ങളിലും അരങ്ങേറുന്നത് പരിശുദ്ധാത്മാവിന് നിറവില്ലാത്തതിനാലാണ്. നിസാര കാര്യങ്ങൾക്ക് തെറ്റിപ്പരിഞ്ഞ് ജീവിക്കുന്ന എത്രയോ ദമ്പതിമാർ, വീട് വിട്ടിറങ്ങുന്ന എത്രയോ മക്കൾ. കർത്താവേ, അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. പരിശുദ്ധ അമ്മ മാതാവേ, പ്രാർത്ഥിക്കണമേ. സ്നേഹസ്വരൂപനായ പിതാവേ, യേശു അവരോട് പറഞ്ഞു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ല നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. ഈ സമയം ഞങ്ങളെ തന്നെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് വാഗ്ദാനം ചെയ്ത ആ പെന്തക്കോസ്ത നാളിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് അവിടുന്ന് അപ്പോസ്തലന്മാർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിൻ്റെ ആ കൃപ ഞങ്ങളിലേക്ക് ചൊരിയണമേ. അതിന് തടസ്സമായിരിക്കുന്ന എല്ലാ മേഖലകളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സമയം ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദമ്പതികളെ സമർപ്പിക്കുന്നു. എല്ലാ മക്കളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, ഒരു അനോയിൻറ്റിങ് പവർ ഞങ്ങളിലേക്ക് അയച്ച്, ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ തീ ഞങ്ങളിലേക്ക് അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളായിരിക്കുന്ന മേഖലകളെല്ലാം ഞങ്ങൾ സമർപ്പിക്കും. ഞങ്ങളുടെ പാപ പരിഹാരത്തിനായി അങ്ങ് കാൽവരിയിൽ ആ 3 ആണികൾ തറയ്ക്കപ്പെട്ടപ്പോൾ അവിടുന്ന് ഒഴുകിയ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾക്കായി പീഡകൾ സഹിച്ച് ചാട്ടവാറുകൾ കൊണ്ട് അടിയേറ്റപ്പോൾ അവിടുന്ന് ഒഴുകിയ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെ കഴുകി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളായിരിക്കുന്ന മേഖലകളെ, ഞങ്ങളുടെ മാതാപിതാക്കളെ എല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഏദൻ തോട്ടത്തിലേക്ക് കടന്നു വന്ന ആ പിശാചിനെ അങ്ങ് തകർത്തതുപോലെ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരുന്ന എല്ലാ തിന്മകളുടെ ശക്തികളെ അവിടുത്തെ വിലയേറിയ തിരുരക്തത്തിന് ആണിപ്പാടുകളിൽ നിന്ന് ഒഴുകുന്ന രക്തത്താൽ അങ്ങ് കഴുകി വിശുദ്ധീകരിക്കണമേ. പിതാവേ, അങ്ങ് ഞങ്ങളായിരിക്കുന്ന മേഖലകളെ, ഞങ്ങളുടെ വാക്കുകളാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ചെയ്തു പോയ പാപങ്ങളെല്ലാം ആ കാൽവരി കുരിശിൻ ചുവട്ടിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കാൽവരിയിൽ അവിടുത്തെ കാൽപാദത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെ ആ കൈകളിൽ നിന്നും കാലുകളിൽ നിന്നും ഒഴുകുന്ന രക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ എല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ, ജീവിത പങ്കാളികളെ എല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളായിരിക്കുന്ന മേഖലകളെയെല്ലാം, ഞങ്ങളുടെ കുടുംബങ്ങളെ കലഹങ്ങൾ കൊണ്ടുള്ള തിന്മയുടെ ശക്തികളെയെല്ലാം നീക്കി കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ.